അടുത്ത വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് ബനാറസി ഐറ്റം തന്നെയാണ്. ബനാറസി തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നൊരു മോഡലാണ് കേട്ടോ. അതായത് 2000 ബിലോ റേഞ്ച് വരുന്ന ഐറ്റം, പക്ഷെ നല്ല സോഫ്റ്റാണ്. നേരത്തെ നമുക്ക് ഈ ഒരു മോഡലിൽ തന്നെ കുറച്ചുകൂടെ നമ്മൾ ഹെവി ഡിസൈൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു. പക്ഷേ ഇതിൽ വരുമ്പോഴത്തേനും ഫുൾ വീവിങ് ഉണ്ട് താനും, എന്നാൽ ഭയങ്കര വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അത്യാവശ്യം ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ആട്ടോ. അപ്പോൾ ഇതിന് താഴത്തെ ബോർഡർ ആയത് നല്ല കളർ കോമ്പിനേഷൻ ആണ്. നമ്മുടെ ഒനിയൻ പിങ്കിന് ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കോമ്പിനേഷൻ. ഈ ഒരു വെട്ടം അടിക്കുമ്പോൾ ശക്കലം ഒരു തെളിച്ചക്കൂടിനകത്ത് കാണിക്കും, പക്ഷെ ഒരുപാട് അങ്ങനെ ഓവർ തിളക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതാണ് ദുപ്പട്ട. എല്ലാം നല്ല ഗ്രാൻഡായിട്ട് നിൽക്കും. റേറ്റ് ആണെങ്കിലും ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡും സെയിം വീവിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വീവിങ്ങിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ലൈറ്റായിട്ടൊരു കോപ്പറും സിൽവറും കൂടെ വീവിങ്, പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു ഓനിയൻ പിങ്ക് കോമ്പിനേഷനിൽ നല്ല ഫ്ലവറിൻ്റെ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. നേരിട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ആ ഒരു ഡിസൈനിൻ്റെ ഒരു കറക്റ്റ് ഇത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്പർ വരുന്നത് AF182, റേറ്റ് വരുന്നത് 1860 രൂപ മാത്രമേ ഉള്ളൂ. 1860. അടുത്ത ഷെയ്ഡ് ഭയങ്കര അടിപൊളി കളറാട്ടോ. അതായത് ഭയങ്കര ഓവറായിട്ടുള്ള കളറും ഇല്ല, എന്നാൽ തീരെ ലൈറ്റ് ഷെയ്ഡും അല്ലാത്തൊരു കളറാണ് ഇതും ഒരു ചെറിയ ഒനിയൻ പിങ്ക് ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് ചെറിയൊരു എന്താ പറയുക വൈൻ ഷെയ്ഡ് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ബ്ലെൻഡഡ് ടൈപ്പ് കളറാട്ടോ. ഭയങ്കര രസമാണ് ഈ കളറാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി തയ്ച്ചിട്ടുള്ള ഭംഗി എന്തായിരിക്കും എന്നുള്ളത്. നമ്മളിങ്ങനെ വെക്കുന്നേക്കാളൊക്കെ ഒത്തിരി രസമാട്ടോ. നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൻ്റെ അകത്തേക്കാളും ആ ഒരു നേരിട്ട് ഇതിൻ്റെ ആ ഒരു വീവിങ്ങും പാറ്റേണും ഒക്കെ അത്രയും രസമായിട്ടാണ് നേരിട്ടിരിക്കണേ. ദുപ്പട്ടയിലും ഫുൾ വീവിങ്ങാണ്. ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ വന്നതിൻ്റെ എനിക്ക് തോന്നിയൊരിത് കുറച്ച് വെയിറ്റ് കൂടുതലാണ്, പക്ഷേ ഇതങ്ങനെ ഒരുപാട് വെയിറ്റും ഇല്ല, നല്ല ലെങ്ത്തും ഉണ്ട്. താഴെ ടാസിൽസൂടൊക്കെ വരുമ്പോൾ 2.5 എബോ ഉണ്ടെങ്കിലേ ഉള്ളൂ. ടോപ്പിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്. സെയിം തന്നെ ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡിലാണ്. അത് നോർമൽ സാറ്റിൻ അല്ല, കൂടിയ ഫാബ്രിക്, സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്പർ AF184, റേറ്റ് വരുന്ന 1860. അടുത്ത ഷെയ്ഡ് എല്ലാം അടിപൊളി കളേഴ്സ് ആട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതൊരു ലാവണ്ടർ മിക്സഡ് ഷെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കോമ്പിനേഷൻ. ഇതാണ് ബോട്ടം വരുന്നത്. എല്ലാം നല്ല മെറ്റീരിയൽ ആട്ടോ. എല്ലാം കൂടിയ ഫാബ്രിക്കാണ്. ഇത് ഒറിജിനൽ ബനാറസിൽ നിന്ന് തന്നെ ചെയ്തു വരുന്ന ഐറ്റംസ് ആണ്. കൂടിയ ഫാബ്രിക്കിൽ തന്നെ എല്ലാം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീവിങ് ആണ് ഞാൻ പറഞ്ഞില്ലേ. ഇതിൻ്റെ അകത്ത് ആ കളറ് ശരിക്കും അതിൻ്റെ വീവിങ്ങിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആ കയ്യിൽ കിട്ടണം. അത് ഫീൽ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നതിനേക്കാളും ഒത്തിരി രസമാട്ടോ നേരിട്ട് ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ കാണാൻ. ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം സെയിം കളർ തന്നെ, സാറ്റിൻ അല്ല, സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നമ്പർ AF185, റേറ്റ് 1860. അടുത്ത ഷെയ്ഡാട്ടോ. എന്നെ രസം എന്ന് പറയുന്നത് കളേഴ്സ് കാണാനായിട്ട്. ഇതൊരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ്റെ ഷെയ്ഡാട്ടോ, പക്ഷെ ഭയങ്കര ലുക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുൾ സെയിം തന്നെ വീവിങ് പാറ്റേണാണ് പോയേക്കുന്നത്. കളർ അടിപൊളിയാട്ടോ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്ന കളർ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും പേസ്റ്റൽ ടൈപ്പിലൊരു ഗ്രീൻ മിക്സഡ് ടോണാണ്. ഭയങ്കര ഓവറായിട്ട് നിൽക്കുന്ന കളറൊന്നും കേട്ടോ. ലൈറ്റ് ഷെയ്ഡ്സാണ്. ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. പാർട്ടി വെയർ കൺസെപ്റ്റ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. സിൽക്കൊക്കെ എടുക്കുന്നതിന് പകരം ഉപയോഗിക്കാം. 2000 ബിലോ റേഞ്ചേ ഉള്ളൂ. നല്ല വലിപ്പമുണ്ട് മെറ്റീരിയലിന്. നമ്പർ AF183, റേറ്റ് 1860.